ശർമാജി, നമ്മൾ 12 രാശികളിലായി മലയാള വർഷഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ മിഥുനം രാശിയാണ്. മകേരം ഒടുവിലത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം 4-3 ഭാഗവുമാണ് നമ്മളിന്ന് മിഥുന രാശിയിൽ കൂടെ പ്രവചിക്കാൻ പോകുന്നത്, അല്ലേ? അപ്പം നമുക്ക് ഈ വർഷം, ഈ മലയാള വർഷം എങ്ങനെയാണ്, ഈ മലയാള വർഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതെ, മലയാള വർഷം മിഥുന രാശിക്കാർക്ക് ലഗ്നത്തിൽ വ്യാഴവും കണ്ടകശനിയും നിൽക്കുന്നൊരു അതിപ്രധാനമായ ഒരു ദോഷകാലഘട്ടമാണ്. മകയിരം ഒടുവിൽ 30 നാഴികയും തിരുവാതിരയും പുണർന്ന ആദ്യത്തെ 45 നാഴികയും ചേരുന്നവർക്ക് അനേക തരത്തിലുള്ള വരുമാന അല്ലെങ്കിൽ സാമ്പത്തിക ഉറവിടം പല ഭാഗങ്ങളിൽ നിന്ന് അങ്ങ് വന്നിട്ട് മലവെള്ളപ്പാച്ചിൽ പോലെ, ഒഴുക്ക് വെള്ളം പോലെ കൈ നിൽക്കാതെ, പഴമക്കാർ പറയലേ, ഒറ്റാലി കിടന്ന മത്സ്യവും ഇല്ല, ഒഴുക്കത്ത് വന്ന മത്സ്യവും ഇല്ല എന്ന് പറഞ്ഞ മാതിരി വന്ന പണവും ഇല്ല, കൈ സൂക്ഷിച്ച പണവും ഇല്ല, അതിൻ്റെ കൂടെ ഇരട്ടി അങ്ങ് പാഴായി പോവുക. എന്താ ബുദ്ധി മോശത്താൽ താനേ നഷ്ടീഭവിപ്പതും ധ്രുവം. ചിലതൊക്കെ ബുദ്ധിമോശങ്ങൾ കൊണ്ട് കൈ തടയാതെ ഭാഗ്യാനുഭവങ്ങളും ധന അനുഭവങ്ങളും വേഷഭൂഷണാദി സ്വർണ്ണങ്ങളും വസ്തുക്കളും അങ്ങനെയുള്ള കാര്യങ്ങളും പല നന്മകളും തേടി വന്ന് അത് ബുദ്ധിമോശങ്ങൾ കൊണ്ടോ അലംഭാവങ്ങൾ കൊണ്ടോ അവിവേകങ്ങൾ കൊണ്ടോ അഹങ്കാരങ്ങൾ കൊണ്ടോ അത് ലാപ്സായി പോവുകയോ അതിൻ്റെ ഗുണഫലം ലഭ്യമല്ലാതായിത്തീരുകയോ ചെയ്യും. ശാരീരികപരമായിട്ടുള്ള ക്ഷതപതനങ്ങൾ സംഭവിക്കാം. തൊഴിലിൽ അതൃപ്തിയോ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ അധികാരികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷാനുഭവങ്ങളും ഷൗട്ടിങ്ങും പ്രതികാര നടപടികളും പനിഷ്മെൻറ്റ് ട്രാൻസ്ഫറോ സ്ഥാനനഷ്ടമോ സ്ഥാനച്യുതിയോ സ്ഥാനത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുകയോ സ്ഥാനമാനങ്ങളിൽ നിയമം മൂലം തുടരാൻ വയ്യാത്ത സാഹചര്യങ്ങളോ സമാധാനം പറയേണ്ട അവസ്ഥകളോ വരും. അല്ലെങ്കിൽ ഉദ്ദേശിച്ചതിനേക്കാൾ കൈ വരുമെന്ന് പലതും പ്രതീക്ഷിച്ച് വലിയ ആനയ്ക്കുള്ള കൊട്ടാരം പണിയുന്ന പോലെ, ആനക്കൊട്ടിൽ പണിയുന്ന പോലെ പണിയാനുള്ള ഒരു ഉദ്ദേശമൊക്കെ വച്ചിട്ട് അവസാനം ഒന്നും കൈ വരാതെ ചെറിയ കോഴിക്കൂട് പോലെയായിത്തീരും. മല പോലെ വന്ന് എലി പോലെ പോകും. സമ്പത്തും തൊഴിലവസരങ്ങളും മേന്മകളും അധികാരങ്ങളും ചോദ്യം ചെയ്യപ്പെടും. ശത്രുക്കൾ ഒളിയമ്പുകളെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനും അപവാദ ആരോപണങ്ങൾ വരുത്തുവാനും ഇണ സന്താനങ്ങൾ എന്നിവ കൊടിവ് ചതവ് മുറിവുകൾ സംഭവിക്കാനും ദാമ്പത്യ കലഹവിരഹാദികൾക്കും ഒരു മെയ് മാസം വരെ. അതിനുശേഷം രക്ഷാകവാടം തുറക്കും. ബുദ്ധി വർദ്ധിക്കും, ബുദ്ധിമോശം തിരുത്തും, ശത്രുക്കൾ ഒളിയമ്പുകൾ നിഷ്പ്രഭമാകും, സഹായങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. കഴിവതും പറ്റിപ്പോയ അബദ്ധം, അമളി, അതുപോലെ അസമയത്ത് ഉള്ള അവ്യക്തമായ ഇടപെടൽ, ബുദ്ധിമോശം കൊണ്ടുള്ള ഇടപെടലൊക്കെ മാറ്റി ബുദ്ധിയും യുക്തിയും കഴിവും തെളിയിക്കും. തൊഴിൽ അല്പം മെച്ചപ്പെടും, നാനാ വഴികളിൽ സഹായങ്ങളുണ്ടാവും, രക്ഷാകവാടം തുറക്കും, രക്ഷകന്മാർ രംഗത്ത് വരും, സഹായഹസ്തങ്ങൾ നീങ്ങും, ദുഷ്പേര് മാറിക്കെട്ടും, കോടതി കച്ചേരി കേസ് വഴക്കുകളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനമുണ്ടാവും. കഴിവതും വൈദ്യൻ, ഡാക്ടർ, വക്കീൽ, പോലീസ്, മാന്ത്രികർ, ജ്യോതിഷികൾ, കരപ്രമാണിമാർ, മന്ത്രി, തന്ത്രി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവരുടെ അടുക്കൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ട നിമിഷങ്ങൾ വരുമെന്നാണ്. അതുപോലെ ഇപ്പം മേലാതെ വന്നു കഴിഞ്ഞെന്നാൽ ഡോക്ടറെയോ വൈദ്യനെയോ കാണണ്ടേ. എൻ്റെ ഡോക്ടറെ, എനിക്ക് വയ്യ, ശ്വാസം മുട്ടുന്നു, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ മേല. ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഡോക്ടറുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരും. പെട്ടെന്ന് ഒരു വാറണ്ടോ വല്ലതും വന്നാൽ വക്കീൽ, പോലീസ് ബന്ധപ്പെടേണ്ടി വരും. എൻ്റെ പൊന്നു സാറേ, എങ്ങനെയെങ്കിലും ഒരു ജാമ്യം എടുത്ത് രക്ഷപ്പെടുത്തണം, വല്ലാത്ത ദുഷ്പേരായിപ്പോയി, ഞാൻ അറിഞ്ഞതല്ല, അത് ഇങ്ങനെ സംഭവിച്ചു പോയി, പ്രകൃതി ദുരന്തമാണ്, പക്ഷെ ഞാനിപ്പോൾ അകത്ത് പോകുകൊണ്ട് എന്നെ രക്ഷിക്കണേ. ശരി, അപ്പോൾ വൈദ്യൻ, ഡോക്ടർ, വക്കീൽ, പോലീസ്
ജ്യോതിഷികൾ മാന്ത്രികന്മാർ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെയൊക്കെ തേടി സമയം ഏതാണ്, വല്ലാത്തൊരു കഷ്ടകാലമാണല്ലോ എന്ന് നോക്കി രഹസ്യമായി ജ്യോതിഷന്മാരെയും സന്യാസിമാരെയും സൈക്കാട്രിസ്റ്റുകളെയും അതുപോലെ തന്നെ മതപ്രചാരകന്മാരെയും മധ്യസ്ഥന്മാരെയും കരപ്രമാണിമാരെയും മന്ത്രിമാരെയും ഒക്കെ കണ്ട് കാഠിന്യങ്ങളൊന്നും കുറയ്ക്കാൻ വേണ്ടി ഓടി നടക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ് 240 ദിവസത്തേക്കിന്. ഒരു ജൂലൈ മാസത്തോട് കൂടിയൊക്കെ രക്ഷാമാർഗങ്ങൾ എല്ലാ രംഗത്തും ഉണ്ടാവും. തൊഴിലിൽ, സമ്പത്തിൽ, ആരോഗ്യത്തിൽ, കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ, മനസ്സിന്, ശരീരത്തിന്, എല്ലാം ഓൾ ഔട്ട്. കണ്ടകശനി ആയതുകൊണ്ട് ശിവന് ജലാഭിഷേകം, ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം, ശനിയാഴ്ച ഒരിക്കൽ, മനോധർമ്മം അനുസരിച്ച് ദാനധർമ്മങ്ങൾ, ഇങ്ങനെയുള്ളതും അതുപോലെ തന്നെ വ്യാഴാഴ്ച വിഷ്ണുപ്രീതികരങ്ങളായ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക.